അവേ എവിടെ പോണ്? ഏത് സ്ഥലം? ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവച്ചി കുറേ ദിവസമല്ല ശരിക്കും കുറച്ചാവൂലേ? ശരിയാണ്. ചിങ്കുളിന്റെ ആ സമയം മുതൽ പറയുന്നതാണ്. പക്ഷെ വേണം വെച്ചിട്ടൊന്നുമല്ല, ഓരോ സാഹചര്യങ്ങളോട് അങ്ങനെ പോകണല്ലോ അവൻ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവച്ചിക്ക് ഹെയറും ഞങ്ങളൊക്കെ കളർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാനും മുമ്പ് ചെയ്തൊക്കെ എൻ്റെ കട്ട് ചെയ്ത് അതും പോയി. അപ്പോൾ വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെയല്ല, ഞങ്ങൾ പുറത്ത് പോയി ചെയ്യുന്നത്. തൃശ്ശൂരാണല്ലോ അവ. തൃശ്ശൂർ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് നല്ലൊരു ഇത് കിട്ടി ഞങ്ങൾക്ക് അല്ലേ. വാവച്ചിക്കും കംഫർട്ടായി. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കംഫർട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ കണ്ടതിന് അറിയില്ലല്ലോ അവ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതാ ഓൾ സെറ്റായിട്ട് നിൽക്കണം. ഞങ്ങളൊന്ന് ജോഡി പിടിച്ചതാണ് ലാവൻഡർ. സെറ്റായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വീടും കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ടല്ലോ അവ. വീടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു 20 സംതിങ് വീട് എന്തായാലും നോക്കിയിരുന്നു. പക്ഷെ ഏതും സെറ്റായില്ല. അതായത് ഏകദേശം എല്ലാ ബ്രോക്കർമാരുടെ അടുത്തും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. മാക്സിമം എല്ലാവരുടെ പറഞ്ഞു, എല്ലാവരും കുറെ കാണിച്ചു വന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ പേയ്മെന്റിനനുസരിച്ചിട്ടുള്ള വീടുണ്ടാവില്ല. ചിലപ്പോ ഞങ്ങൾക്ക് ഈ വലിയ വീട് വേണമെന്നൊന്നുമില്ല. പക്ഷെ ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള വീടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാറ് നിർത്തണം. അതായത് വണ്ടിന്റെ നമുക്ക് എന്തായാലും നോക്കണം. നമുക്ക് വീട്ടിലിരുന്നിട്ട് വണ്ടി പുറത്തിടാൻ പറ്റില്ലല്ലോ. അങ്ങനെയും കുറേ വീട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലീസ വിന്നൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ നടക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് ബ്രോക്കർമാരല്ല, ഞങ്ങൾ തന്നെ ഡയറക്റ്റ് ഒരു വീട് ഞങ്ങൾ കിട്ടിയല്ലോ അവ. അപ്പോൾ ഏകദേശം സംസാരിച്ചെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾ പാക്ക് ചെയ്തു. ഇനി ബാക്കി കുറച്ചായിട്ട് പാക്ക് ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഇനി ഇതൊന്നും ചെയ്തിട്ടെന്ന് ചോദിച്ചു. കാരണം ഓണം കാര്യങ്ങളും ഓണം ഷൂട്ടിന് മുമ്പ് ഓരോരോ കാര്യങ്ങളും സമയം കണ്ടെത്തി ചെയ്യണം. അതൊന്നും ചിലപ്പോൾ ചെയ്യാനേ പറ്റില്ല. അല്ല, വീഡിയോ എടുക്കണം. അതെ. അപ്പോൾ ഈ മറ്റേ വീടിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ പോയിട്ടാണ് വ്ളോഗ് കണ്ടിന്യൂ ഇടാൻ പറ്റാണ്ടിരുന്നിട്ടാണ് മെയിനായിട്ട്. അതിന് പോകുന്ന സമയത്ത് ഒരു ദിവസം മൊത്തം അതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒരു മെയിനായിട്ടുള്ള റീസൺ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമുക്ക് അങ്ങനെ പോയി. അതെ. പിന്നെ ഓണം ഷൂട്ടും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പോൾ അതിന് മുമ്പ് കുറച്ചൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും തോന്നി. അപ്പോൾ ഈ കോലം ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ മുന്നൊക്കെ കളറൊക്കെ ചെയ്ത് കുറച്ച് നല്ല ഇതായിട്ടൊക്കെ നടക്കും. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറയും, ഞാൻ ആദ്യത്തെ പോലെയല്ലേ, വാവച്ചി നടന്നോ, വാവച്ചിക്ക് എന്ത് കുഴപ്പം അല്ലേ? വാവച്ചി നടന്നു പറഞ്ഞു. വാവച്ചി പറയും, അല്ല അങ്ങനെയല്ലേ, എനിക്ക് ഞാൻ പുതിയ എന്താണ് പറയുക, പഴയ ഞാനാവണം പറയും. പക്ഷേ വാവച്ചി തായിക്കോ പറയും, എന്താ ചെയ്തേരെ പറയും. പക്ഷെ അത് വാവച്ചിക്കൊന്ന് എന്താണ് ചെയ്യുന്നൊരു ഐഡിയ ഇപ്പൊ കിട്ടാത്തോണ്ട് തോന്നുന്നു. കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവര് പ്രഗ്നൻസി സമയത്ത് ഒരു മൂഡ് ഉണ്ടാവില്ല. അതെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന്റെ ഒരു ഇതിൽ തോന്നി വാവച്ചി ഓക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ല, അത് കഴിഞ്ഞതപ്പോ രണ്ടാമത്തെ. പക്ഷെ അതൊന്നും നമുക്ക് കാര്യമില്ല. നമ്മളുടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകണം. പ്രഗ്നൻസി അതൊരു രീതിക്ക് അങ്ങനെ നടന്നു പോകും. അങ്ങനെയാണ് അല്ലേ ബാവേ? അപ്പൊ ഇവളെന്നെ ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടൊന്നും അങ്ങനെ കമ്മലൊന്നും ഇങ്ങനത്തെ ഒന്നും ഇപ്പൊ ഇടില്ല, ഷൂട്ടിന് മാത്രമേ ഇടുള്ളൂ. അപ്പൊ മൂപ്പര് ഇങ്ങനെ നോക്കണം, എന്താണ് ഇത് വേണാ പിന്നെ ചിങ്ങടും റെഡി ആയിട്ടാ. അപ്പൊ നമുക്ക് പോവാ. ചിങ്ങടുവിനെ ഞങ്ങളെ കൊണ്ടുപോകണില്ല. കാരണം എല്ലാത്തിലും പറയണ പോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ മിസ്സാവും. അല്ലെങ്കിൽ ഞങ്ങൾ അമ്മനെയും ചിങ്ങടിനും കൂടെ കൊണ്ടുപോകാം. പിന്നെ തൃശ്ശൂരിനല്ലേ ഞങ്ങൾ പോയി വരാൻ പെട്ടെന്നുള്ളൂ. അപ്പോൾ വീട്ടിലായി കഴിഞ്ഞാൽ ചിങ്ങടിന് ഫുഡും ഞങ്ങൾക്ക് അമ്മ കൊടുക്കും. ചിങ്ങടിന് സ്ട്രെസ്സിൽ, കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ആക്കിയിട്ട് പോകുമ്പോൾ എപ്പോഴും എന്തോ പോലെ തന്നെയാണ്. അമ്മയുടെ അടുത്താണ്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് വിട്ടു നിൽക്കുമ്പോൾ ഒരു ഫീലിങ്സ് തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേഗം പോയിട്ട് വരാനുള്ള അടുത്ത് തന്നെയല്ലേ. ഒരുപാട് ദിവസം നിൽക്കണമെന്നില്ല. ഒരു കുറച്ച് മണിക്കൂർ വേഗം വരും, അത്രേ ഉള്ളൂ. ഞങ്ങൾ ടൗണിൽ പോയി വരണം പോലെയല്ലോ. അപ്പം എന്തായാലും കഴിച്ച് നമുക്ക് ഇറങ്ങാം. കഴിക്കാൻ വന്നു, കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാൻ വിചാരിച്ചു. ഇഡ്ഡലി അല്ലേ? ഞങ്ങൾ ഇഡ്ഡലിൻ്റെ ആൾക്കാരാണ്. ചോദിച്ചോ കേട്ടാ. എന്ത് ഫോണ് തടി പറയുന്നു. ഇഡ്ഡലി വേണം പറ. ഫോട്ടോ എടുക്കാനേ. ഈ പീക്കിരിനെ ഇവിടെ വിട്ടിട്ട് പോണ സമയത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അല്ലേ. കുഴപ്പമില്ല. ഗൈസ്, ഫുഡ് വന്നതാ. അത് ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കണോ. ചിങ്ങടൂരിന് ഇഡ്ഡലി, ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പം അത് കഴിക്കുക. ഇവിടെ നിന്ന് നേരെ കാടൂര് പോവാം. ഗൈസ്, ചിങ്ങടൂരിന് കൊടുത്തു കേട്ടാ. കൊടുത്തിട്ട് പോകുമ്പോൾ ഒരുമാതിരിയാണ് ഗൈസ്.
പക്ഷെ എന്നാലും ശരി ടാറ്റ. ടാറ്റയൊക്കെ തന്നിട്ടാ പോണു. പിന്നെ എന്താ ടാറ്റയൊക്കെ പോയിക്കോളെ അമ്മ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചിങ്ങുന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നല്ലോ. അതെ പിന്നെ ഇനി പോയിട്ട് എന്താണ് അച്ഛനും ഉണ്ടോ, അപ്പോൾ അവരിങ്ങനെ കളിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേഗം പോയിട്ട് വരാം. അല്ലെങ്കിൽ ചിങ്ങടും ഇങ്ങനെ കാറിനുള്ളിൽ തന്നെ ഇരിക്കണല്ലോ. അവൾക്ക് എന്താണ് കഴിക്കാനൊക്കെ ഞങ്ങള് പഴവും ആപ്പിൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുക്കും. കാരണം ഇവിടെ കുട്ടികളില്ലല്ലോ. അപ്പൊ അത് വാവിച്ച് ഉറങ്ങാണ്. ഞാനത് ഫസ്റ്റ് പറഞ്ഞു കേട്ടില്ലടാ. കുട്ടി പോയതിന്റെ ഇതിൽ നിൽക്കുന്നതാണ്. കുഴപ്പമില്ല, പോവാ നമുക്ക്. ഇല്ല മൂപ്പര് പിന്നെ ഇവിടെ കളിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ ഓരോന്നിങ്ങനെ കളിപ്പിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ മൂപ്പര് അങ്ങനെ ഇരിക്കും. കുഴപ്പമൊന്നുമില്ല. അടുത്തിങ്ങനെ ഇരുന്ന് കളിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് പോണില്ല പിന്നെ കരയും. അത് നമ്മൾ കൊണ്ടുവന്ന് ശീലിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അതെ. അപ്പൊ ഗൈസ് ഇനിയിപ്പോ എന്തായാലും നമുക്ക് പോവാം. ഗൈസ് ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയില്ലേ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചില്ല. എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നാമത് പിന്നെ പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് നമ്മൾ ഫുഡ് മെയിനാണ്. അത് നമ്മൾ ചെയ്യാതിരുന്നതിന് ശരിയാവില്ല. ആ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങളിതാ ചോറ് ഊണാണ് കഴിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പോകേണ്ട അവിടെ നിന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് മാറി. കാരണം ടൗണിൽ നമുക്ക് വണ്ടിയും കാര്യങ്ങളും നിർത്താൻ സ്ഥലം ഉണ്ടാവാം. ഞങ്ങൾക്ക് അറിയാതായിരിക്കാം. കുറച്ചുകൊണ്ട് മാറിയിട്ട് നിർത്തിയില്ല. വന്നത് ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങനെ കയറി കഴിച്ചു. അപ്പോൾ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കഴിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് എന്തായാലും കുറച്ച് സമയം ആവും. അപ്പോൾ കഴിച്ചതിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെല്ലെ ടൈമായാലും കുഴപ്പമില്ല. കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ട്രാവലിങ് പിന്നെ നമുക്ക് മറ്റേ റോഡ് കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുണ്ടാ. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഞങ്ങളൊന്ന് വേഗം ഫുഡൊന്ന് തീർത്തിട്ട് വരാട്ടാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ലൊക്കേഷനിലെത്തില്ല. അപ്പം മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഇവിടെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചൂടൊന്നുമില്ല. അതാണ് മലയാളീസ്. ഗൈസ് അപ്പം നമ്മളിത് അവിടെ എത്തിയിട്ടാ. അപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ സിഗ്നേച്ചർ ആൻഡ് സലൂൺ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വീക്കെൻഡിലല്ലാണ്ട് വർക്കിംഗ് ഡേയ്സിൽ പോകാൻ തന്നെ വിചാരിച്ചത്. കാരണം വീക്കെൻഡിലാകുമ്പോൾ നല്ല ക്രൗഡ് ഉണ്ടാവുമല്ലോ. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. അപ്പോൾ വാച്ചിന് ഫസ്റ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം കളറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് വാച്ചിക്ക് ഹെയറും ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഹെയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് എൻഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങളിതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. അങ്ങനെ ഫിനിഷ് ആയിട്ടാ. ഇതാ ഒരാളുടെ ലുക്ക് നോക്കിയോ, ആള് മാറിപ്പോയി. കളറ് സെയിം. പിന്നെ എൻ്റെ ഇവിടെ ഓവറായിരുന്നു, അതൊക്കെ വെട്ടിയിട്ട് സെറ്റാക്കി. ഇവിടെ മുകളിലില്ലേ എൻ്റെ ഓവർ ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഓക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. എവിടെ ആളെവിടെ പോയാ? ഫ്രെഡി ഇവിടെ വാ. ആളാണ് സെറ്റാക്കി തന്നത്. അപ്പം താങ്ക് യു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ക്രൂട്ട്. അപ്പോൾ ഇതിൽ ട്വിങ്സ് ഉണ്ട്. ഇവരാണ് വാവച്ചിന് സെറ്റാക്കിയത്. അങ്ങനെ അവരിന് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. രാത്രി 8 മണി ലോവേ. അങ്ങനെ എന്തായാലും സക്സസ് ആയി, സൂപ്പറായി. എന്തായാലും എനിക്കും വാവച്ചിക്കും രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സർവീസും കാര്യങ്ങളെല്ലാം തമാശക്ക് പറയല്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. പക്ഷെ എന്തോ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ലോവേ ചിങ്ങുവിന് പനി വന്നു. വയസ്സ് അമ്മ വിളിച്ചിട്ട് ചിങ്ങുവിന് പനി വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതെന്തോ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ സമാധാനവും ഇല്ല. പക്ഷെ അത് ചെയ്തു, പകുതി വെച്ച് അടിച്ചു പോകാനും പറ്റില്ലല്ലോ. അതെ, നല്ല പനി പറഞ്ഞു. ചേച്ചിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതാണോന്നും അറിയില്ല. ഒന്നാമത് ഇപ്പൊ പനീന്റെ ഒരു സീസണാണ്. ക്ലൈമറ്റ് മാറി വന്നുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ പെട്ടെന്ന് വേഗം ഞങ്ങൾക്ക് അവിടെ എത്തണം. പിന്നെ തൃശ്ശൂർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഇവിടെ എത്തുന്നൊരു സമാധാനക്കേട് തന്നെയാണ്. എന്നാലും വേഗം പോയിട്ട് ഡോക്ടറും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഡ്യൂട്ടി ഡോക്ടേഴ്സിനെ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. അതെ, ഇനിയിപ്പോൾ എന്തായാലും നേരെ പോയിട്ട് ഡ്യൂട്ടി ഡോക്ടറിനെ കാണിച്ചിട്ട് ചിലപ്പോൾ രാത്രി മരുന്ന് കഴിച്ചാൽ ഓക്കെ ആവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഡോക്ടറിനെ കൊണ്ട് കാണിക്കില്ല. നമുക്ക് പനി ആയിട്ട് അങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല.
അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചിങ്കുളിനെ എടുത്തിട്ടില്ലാതെ നേരെ പോയി ചിങ്കുളിനെ എടുത്ത് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വീടെത്തി. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ചിങ്കുളിനെ എടുക്കാൻ പോയ സമയത്ത് ചിങ്ങട് എന്താ പറയുക മൊത്തത്തിൽ കണ്ണൊക്കെ ഒരു മാതിരി തൊങ്ങിയിട്ട് ആൾ നല്ല ടയേർഡായി. എന്ത് സംഭവിച്ചത് നല്ല രീതിക്ക് പനി വന്നു അല്ലേ. എടുക്കുന്ന സമയത്ത് നല്ല പൊള്ളലുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഡ്യൂട്ടി ഡോക്ടർമാരായിരിക്കുമല്ലോ ഈ ടൈമിൽ, മറ്റേ മെയിൻ ഡോക്ടറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാണിച്ച് അവർ മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സപ്പോസിറ്റർ വെച്ചു അല്ലേ, സപ്പോസിറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ 102 എന്തോണ് അവർ പറഞ്ഞത്. ചിങ്കിടുവാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയ സമയത്ത് അതിന് ശേഷം ഒന്ന് റിക്കവർ ചെയ്ത് വന്നതാണ്. അന്ന് അഡ്മിറ്റ് ആയതിനു ശേഷം ഒന്ന് റിക്കവർ ആയി ഓക്കെ ചെയ്ത് വന്നതാണ്. വാച്ചിനൊക്കെ കൊണ്ട് മറ്റേ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ചിങ്കിടിനും കൊണ്ട് പോയിട്ട് ഓക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ ഇന്ന് പനിയായത് ആൾക്ക് മനസ്സിലായി. ഉള്ളിൽ കയറിയിട്ട് സപ്പോസിറ്ററൊക്കെ വെക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടി അവർ വെക്കുന്ന സമയത്ത് ചിങ്കിട് നല്ല കരച്ചില് നിൽക്കണേ ഇല്ല. സത്യം സമാധാനമില്ല. വേഗം ഞങ്ങൾ ഫുഡില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ട്, നിങ്ങൾ കണ്ടില്ല, ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചില്ല. അവർ അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെ ജ്യൂസും കാര്യങ്ങളും മേടിച്ചു തന്നെ. അവർ കഴിക്കാൻ വേണം ചോദിച്ചു. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിച്ചൊന്നുമില്ല. പിന്നെ വരുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് കേട്ട സമയത്ത് ഞങ്ങൾക്ക് സമാധാനമില്ല. പകുതി വെച്ചിട്ടാണ് അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പകുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ വഴിയില്ല. അപ്പം എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ വേഗം വന്ന് കാണിച്ചു. ഇപ്പം എന്തോ കുറച്ചൊന്നാൾ കളിക്കുന്നുണ്ട്. ഇപ്പം എന്തിനാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പം മരുന്ന് കൊടുക്കണം, മരുന്ന് കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അമ്മനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഇല്ലാതെ പിന്നെ അമ്മനെ വീട്ടിൽ വിട്ടിട്ട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, മരുന്ന് കൊടുത്തിട്ട് ഒന്ന് ഓക്കെ വരണം ചിങ്കിടുവിന്. അപ്പീട്ടോ ആൾക്ക് എന്ന് ആള് അപ്പിയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. അപ്പം ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മളെ പോലെ അല്ലല്ലോ. പനി പറഞ്ഞാൽ നമ്മൾ ഉണ്ടാതെ ബെഡിൽ കിടക്കും, ഉണ്ടാതെ റെസ്റ്റ് എടുക്കും. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, ഇങ്ങനെ ചാടി കളിക്കും. അപ്പം ഇങ്ങനെ മേലും കൈ കളയുന്ന സമയത്ത് പിന്നെയും പനി വരില്ലേ. പനി വരും, അതെ. പക്ഷെ എന്തോ ഇപ്പോൾ കുറച്ചൊരിതുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മരുന്ന് കൊടുക്കാണ്ടിരിക്കാൻ കാരണം പറ്റില്ല. കാരണം ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടേ ഇല്ല. മരുന്ന് എന്തായാലും കൊടുത്തിട്ട് ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടറിനെ കാണിച്ചുകൊണ്ട് തന്നെ 3 ദിവസത്തേക്ക് മരുന്ന് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മെയിൻ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഏകദേശം ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കാണിക്കണമല്ലോ. അവ ഇന്ന് ഞങ്ങൾ എന്താ പറയുക നല്ല ഹാപ്പിയൊക്കെ ആയിട്ട് മുടിൻ്റെ ഇതൊക്കെ ചെയ്ത് വായിച്ചേക്കും. കുറേ ദിവസമല്ല മാസങ്ങളായിട്ടുള്ളൊരു ഇതായിരുന്നു. അതും ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്ന ചിങ്കിടുവിന് ഇങ്ങനെ ആയപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആയി അല്ലേ. കുഴപ്പമില്ല. കാരണം ചിങ്കിടു അത്രയും നല്ല മറ്റേ ആക്റ്റീവായി കളിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കും അത് എന്തോ പോലെ. പക്ഷെ ഓക്കെ ആകും, കുഴപ്പമില്ല എന്ന് വിചാരിക്കണല്ലോ. അവ എന്തായാലും നോക്കാം. അപ്പം എന്തായാലും ഗൈസ് ഇപ്പോൾ ഒരു പനി സീസണാണ്. എവിടെ നോക്കിയാലും പനിയാണ്. ഞങ്ങൾ പോണ സമയത്ത് ഇപ്പോൾ ഒന്നും വേണ്ട, ഇവിടെ വീട്ടിൽ തന്നെ ചേച്ചിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും പകർച്ചപ്പനി പോലത്തെ എന്തോ സംഭവമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ എന്തോ ചെറിയ സംഭവമാണ്. പക്ഷെ എല്ലാവർക്കും വരുന്നത് സെയിം രീതിക്കാണ് അല്ലേ. പക്ഷെ ഇപ്പം എന്തോ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. എന്തോ അമീബൻ്റെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ. അത് വേറെയാണ്. പക്ഷെ അതും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും പനി എന്ന് പറയുമ്പോൾ വേഗം പോയി നോക്കില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളിനൊക്കെ. അപ്പം എന്തായാലും ഗൈസ് ഞങ്ങളുടെ മറ്റേ ഹെയറിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടാ. ഇത്രയും എൻ്റെ ഉണ്ടായിരുന്നതിന് കുറച്ചുകൂടെ അവർ സെറ്റാക്കി എടുത്ത് തന്നു. കറക്റ്റ് അതിൻ്റെ ഇതാക്കി സെറ്റാക്കിയില്ല. വാച്ചിൻ്റെ അതുപോലെ ഞങ്ങൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് കിട്ടി. ബോറൊന്നും ആയില്ല കേട്ടാ. അപ്പോൾ എന്തായാലും ഗൈസ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.